ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷിയാസ് ലേണിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കേരള PSCയുടെ 13/4/2022 ഗസറ്റിൽ വന്നിരിക്കുന്ന ധാരാളം റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്റ്റേറ്റ് വൈഡായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ്. അതിൽ ഏകദേശം നിങ്ങൾ കാണുന്നത് പോലെ 13 റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് 8ാം ക്ലാസ് യോഗ്യതയുള്ളതും 10ാം ക്ലാസ് യോഗ്യതയുള്ളതും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതെല്ലാം എന്ന് നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഒരു ഒഴിവാണെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർ അതിലേക്ക് അപേക്ഷിക്കുക. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. വൺ ടൈം രജിസ്ട്രേഷനിലൂടെ എന്ത് ചെയ്യുന്നു, വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് നമ്മളിത് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് ഈ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള തസ്തികൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് ആ ഒരു തസ്തികളെന്ന് നോക്കാം. ആദ്യത്തേത് ലെക്ചർ ഇൻ മൃദംഗം, കോളേജ് എഡ്യൂക്കേഷൻ, മ്യൂസിക് കോളേജസ്. രണ്ട് സ്റ്റോഴ്സ് ഓർ പർച്ചേസ് ഓഫീസറാണ് പറയുന്നത്, ജനറൽ കാറ്റഗറി. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടറാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൽ. 40/9/2022 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 ഓർ എക്സ്റേ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ. നെക്സ്റ്റ് വൺ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കാണ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കോബ്ലർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. ജൂനിയർ ടൈം കീപ്പർ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് TP യൂണിറ്റ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. അതുപോലെ തന്നെ LD ക്ലർക്ക് ഓർ അക്കൗണ്ടൻറ്റ് ഓർ കാഷ്യർ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് ഓർ ഗ്രേഡ് 2 അസിസ്റ്റൻറ്റ്. 54/2022 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. ഏത് മേഖലയിലേക്കാണ്? കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ ബോർഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാം വർക്ക് ജനറൽ കാറ്റഗറിയുമുണ്ട്. അതുപോലെ തന്നെ ഫാം വർക്കിൻ്റെ ഫിഷർമാൻ ഡിപ്പെൻഡ് ഓഫ് ഫിഷർമാൻ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അത് രണ്ടും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഉണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക്. ടെലിഫോൺ ഓപ്പറേറ്റർ ജനറൽ കാറ്റഗറിയിൽ പറയുന്നുണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് എന്തുണ്ട്, ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിലെ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷനും ജസ്റ്റ് നമ്മൾ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗസറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് 13/4/2022 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 18/5/2022 ഇത് മറക്കരുത്. 18/5/2022 രാത്രി 12 മണി വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യത്തേത് നോക്കുന്നത് ലെക്ചർ ഇൻ മൃദംഗം. അതിൽ വന്ന ശമ്പളം എന്ന് പറയുന്നത് 51,400 to 1,10,300 വരെയാണ് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 22 മുതൽ 36 വരെയാണ്. അതായത് ബോൺ ബിറ്റ്വീൻ 1986 ജനുവരി 2 2000 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC ST അതുപോലെ തന്നെ OBCക്കാർക്ക് എന്താണ് അതിൻ്റേതായിട്ടുള്ള ഏജ് ഇളവുകൾ കൊടുക്കും. SC STക്കാർക്ക് 5 അതുപോലെ തന്നെ OBCക്കാർക്ക് 3. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 or 2 ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മൃദംഗം ഓർ ഇറ്റ്സ് ഈക്വലൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി യൂണിവേഴ്സിറ്റി. അപ്പോൾ മൃദംഗം മാസ്റ്റർ ഡിഗ്രിയാണ് പറയുന്നത്. ക്ലാസ് 1 or 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള UGC അംഗീകരിക്കുന്ന ഏതെങ്കിലും ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ അതിൽ വൺ ടൈം രജിസ്ട്രേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയുമാണ് അതിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റോർ ഓർ പർച്ചേസ് ഓഫീസറാണ്. അത് വന്നിട്ട് ഈ പറയുന്ന കാറ്റഗറി നമ്പർ 46/2022 പറഞ്ഞിരിക്കുന്നത്. ഏത് കൺസേണിലേക്കാണ്? കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് വന്നിരിക്കുന്നത്. പേ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 40,840 to 81,875 വരെയാണ് വേക്കൻസി 1 പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇവിടെ ഏജ് ലിമിറ്റ് 18 മുതൽ 40 വരെയാണ്. അതായത് 1982 ജനുവരി 2 അതുപോലെ തന്നെ 2004 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കും. SC ST OBC കൺസെഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റുള്ള കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റും അതുപോലെ അല്ലെങ്കിൽ ഏതാണ് MBA യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്നുള്ള MBA പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 3 years എക്സ്പീരിയൻസ് സ്റ്റോർ അല്ലെങ്കിൽ പർച്ചേസ് റെപ്യൂട്ടഡ് ഓർഗനൈസേഷനിലുള്ള ആ ഒരു ജോലിയിലുള്ള നിങ്ങളുടെ 3 വർഷത്തെ എക്സ്പീരിയൻസും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ
കൂടിയ ഡിഗ്രിയും അല്ലെങ്കിൽ MBA. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, 3 വർഷത്തെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ ലാസ്റ്റ് ഡേറ്റ് ഏതാണ്, 18/5/2022 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷനിലൂടെ എന്ത് ചെയ്യാം, സാധാരണ നമ്മൾ അപേക്ഷിക്കാവുന്നതാണ്. എല്ലാം അതുപോലെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് 2022 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഡയറിങ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 19 മുതൽ 44 വരെയാണ്. വ്യത്യാസമുണ്ട്, 19 മുതൽ 44 വരെ. അതായത് 1978 ജനുവരി 2-നും 2003 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST OBC പ്രായ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLCയോ 10ാം തരമോ അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ പറയുന്നുണ്ട്. അതുകൂടാതെ നാഷണൽ അതിൻ്റേതായിട്ടുള്ള മറ്റു ക്വാളിഫിക്കേഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ക്വാളിഫിക്കേഷനും അതിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഏതാണ്, SSLC ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഇത് വൺ ടൈം രജിസ്ട്രേഷൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 18/5/2022. അടുത്തത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റേഡിയോഗ്രാഫർ ഗ്രേഡ് 2, എക്സ്റേ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ് തസ്തിക. കാറ്റഗറി നമ്പർ 49/2022 ആണ്. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. അതായത് 1986 ജനുവരി 2 മുതൽ 2004 ജനുവരി 1 വരെയാണ്. അതുപോലെ തന്നെ വയസ്സ് ഇളവുകൾ SC/STക്കും OBCക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. +2 പാസ്സായിരിക്കണം. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോടുകൂടി +2 പാസ്സായിരിക്കണം. ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ റേഡിയോളജിക്കൽ അസിസ്റ്റൻറ്റ് കോഴ്സ്, മെഡിക്കൽ കോളേജ് ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. മെഡിക്കൽ കോളേജ് കണ്ടക്ട് ചെയ്യുന്ന റേഡിയോളജിക്കൽ അസിസ്റ്റൻറ്റ് കോഴ്സ് കണ്ടക്ട് ചെയ്തിരിക്കണം, അത് പാസ്സായിരിക്കണം എന്ന് പറയാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷനിലൂടെ നമുക്കത് അപേക്ഷിക്കാവുന്നതാണ്. ഇതും 18/5/2022 ലാസ്റ്റ് ഡേറ്റ്. അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കാണ്. കാറ്റഗറി നമ്പർ 50/2022 50/2022 ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ് പറയുന്നത്. സ്കെയിൽ വന്നിട്ട് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 1. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെ. 1986 ജനുവരി 2 മുതൽ 2004 ജനുവരി 1 വരെ. SC/ST OBC വയസ്സ് ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ ആയിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ SSLC അല്ലെങ്കിൽ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനാണ്. സ്പെഷ്യലായിട്ട് പറയുന്നത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 1 year എക്സ്പീരിയൻസ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സർവീസിംഗ് ഓഫ് സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ട്രേഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 എഡ്യൂക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 1 year എക്സ്പീരിയൻസിങ് എന്തിൽ വേണം, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഓഫ് സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സിൽ. അതുപോലെ തന്നെ അതല്ലെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ട്രേഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 3 years എക്സ്പീരിയൻസ് ഇൻ ദ മാനുഫാക്ചറിങ് ആൻഡ് സർവീസിംഗ് ഓഫ് പ്രിഫറബിളി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതും വൺ ടൈം രജിസ്ട്രേഷൻ വഴി അപേക്ഷിക്കാവുന്ന. ലാസ്റ്റ് ഡേറ്റും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കോബ്ലറാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 51/2022 ആണ്. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 24,400 മുതൽ 55,200 വരെയാണ്. വേക്കൻസി 1. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലൂടെയാണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 18 to 36 വരെയാണ്. 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ലെതർ വർക്കിൽ പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം. ഇത് വൺ ടൈം രജിസ്ട്രേഷനിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. 7ാമത്തെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് PP യൂണിറ്റിൽ ആ ഒരു ഫേമിലേക്കാണ് ജൂനിയർ ടൈം കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 52/2022. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 21,580 മുതൽ 55,730 വരെയാണ്. ഇതിൽ നമ്പർ ഓഫ് വേക്കൻസി 2 പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. അതുപോലെ തന്നെ ഒരു ഏജ് കൺസെഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി
അല്ലെങ്കിൽ ഏതെങ്കിലും UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 1 year എക്സ്പീരിയൻസ്, ടൈം കീപ്പിംഗ് ഫങ്ഷൻസ് സച്ച് ആസ് മെയിൻറ്റെയിനിങ് ഓഫ് ലീവ് ആൻഡ് അറ്റൻഡൻസ് റെക്കോർഡ് എക്സെട്ര ഇൻ റിപ്യൂട്ടഡ് കമ്പനിയിൽ ടൈം കീപ്പിംഗ് ഫങ്ഷൻസ് ചെയ്യുന്നതിൽ 1 year എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അത് 1 time രജിസ്ട്രേഷനിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 54/2022 കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ ബോർഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, കാഷ്യർ, ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ്, ഗ്രേഡ് 2 അസിസ്റ്റൻറ്റ് എന്നിവയൊക്കെയാണ് പോസ്റ്റിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ശമ്പളം 19,000 മുതൽ 43,600 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. വേക്കൻസി ആൻസിപ്പേറ്ററിയാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് വന്നിട്ട് 18 മുതൽ 36 വരെയാണ്. SC OBCക്കും സാധാരണ പോലുള്ള ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഏതേ പറഞ്ഞിട്ടുള്ളൂ, SSLC അല്ലെങ്കിൽ ഈക്വലൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു LDC അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ്, കാഷ്യർ, ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ്, ഗ്രേഡ് 2 അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. കാറ്റഗറി നമ്പർ 54/2022, ലാസ്റ്റ് ഡേറ്റ് 18/5/2022. നമ്മുടെ 1 time പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇനി കാറ്റഗറി നമ്പർ 55/2022 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ലിമിറ്റഡിലേക്ക് ഫാം വർക്കർ എന്ന തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 16,500 മുതൽ 35,700 വരെയാണ്. വേക്കൻസി 3 ഉണ്ട്. 3 വേക്കൻസി ഉണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 1 time രജിസ്ട്രേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈൽ വഴി 1 time പ്രൊഫൈൽ വഴി നമുക്ക് നമ്മുടെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 56/2022 കാറ്റഗറി നമ്പർ 56/2022 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡിലേക്ക് തന്നെ ഫാം വർക്കറിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രത്യേകം പറയുന്നത് എന്താണ്, ഫിഷർമാൻ ഓർ ഡിപ്പെൻഡൻറ്റ് ഓഫ് ഫിഷർമാൻ കാറ്റഗറിയിൽ നിന്ന് മാത്രമുള്ളതാണ്. അത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 16,500 മുതൽ 35,700 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി നിന്നും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വരെയാണ്. ക്വാളിഫിക്കേഷൻ ഒരു ഫിഷർമാൻ ആയിരിക്കും. അതുപോലെ തന്നെ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇതും 1 time രജിസ്ട്രേഷൻ വഴി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 18/5/2022. ഇനി അടുത്ത 58 കാറ്റഗറി നമ്പർ 58/2022 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഒഴിവാണ്. ഏതാണ്, പ്രോഗ്രാമർ കം ഓപ്പറേറ്ററാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള പ്രോഗ്രാമർ കം ഓപ്പറേറ്ററാണ്. ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 16,490 മുതൽ 31,990 വരെയാണ്. വേക്കൻസി 1. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. SC ST OBCക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി വിത്ത് PGDCA അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്. മിനിമം 1 year എക്സ്പീരിയൻസ് പ്രോഗ്രാമിംഗ് ഓപ്പറേഷൻസിൽ എന്താണ്, ബേസിക് പ്രോഗ്രാമിംഗ് ഓപ്പറേഷൻസിൽ 1 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട് മിനിമം. അതുപോലെ തന്നെ ഡിഗ്രി PGDCയോട് കൂടിയ ഒരു ഡിഗ്രിയുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 1 time രജിസ്ട്രേഷനിലൂടെ അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് 18/5/2022. ലാസ്റ്റ് വൺ കാറ്റഗറി നമ്പർ 59/2022 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ ടെലിഫോൺ ഓപ്പറേറ്ററാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 14,140 മുതൽ 27,940 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വരെയാണ്. OBCക്കും SC STക്കും ഒക്കെ എന്താണ് അതിൻ്റേതായിട്ടുള്ള വയസ്സ് ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി വിത്ത് EPA/BX സർട്ടിഫിക്കറ്റ്, അതായത് ഇലക്ട്രോണിക് പ്രൈവറ്റ് ഓട്ടോമാറ്റിക് ബ്രാഞ്ച് എക്സ്ചേഞ്ച് അതാണ് EPA/BX സർട്ടിഫിക്കറ്റ്. 1 year, അതായത് ടെലിഫോൺ ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു കോഴ്സാണിത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 1 year എക്സ്പീരിയൻസ്, ആ ഒരു EPA/BX ഓപ്പറേറ്ററിലുള്ള ഒരു 1 year എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1 time രജിസ്ട്രേഷനിലൂടെ നമുക്കത് സബ്മിറ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 18/5/2022. ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള തസ്തികകൾ. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളത് മാത്രമേ നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് ജില്ലാ വൈസിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജില്ലാ വൈസിൽ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ പറയാവുന്നതാണ്. നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.